ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പലസ്തീന് $175 മില്യൺ അധികം സഹായം നൽകി ഇന്ത്യ. പലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യ $175 അധികം സഹായം നൽകിയിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ചൊവ്വാഴ്ച എടുത്തു പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവൃത്തി ഏജൻസി പ്രതിജ്ഞാ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന നടത്തുന്നതിനിടെ പരമാധികാര പലസ്തീൻ സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുന്ന ചർച്ചകളിലൂടെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്ന് ഹരീഷ് പറഞ്ഞു. ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവൃത്തി ഏജൻസി പ്രതിജ്ഞാ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന നടത്തി. പലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കുന്നതിൽ UNRWA നിർണായക പങ്ക് വഹിക്കുന്നു. പലസ്തീൻ ജനതയ്ക്ക് വികസനവും മാനുഷിക പിന്തുണയും ഉൾപ്പെടെ $175 മില്യൺ അധികം സഹായം ഇന്ത്യ നൽകിയിട്ടുണ്ട്. അടുത്തിടെ $5 മില്യൺ പ്രതിജ്ഞയുൾപ്പെടെ ഇന്ത്യ UNRWAക്ക് പ്രതിജ്ഞാബദ്ധമായ സംഭാവന നൽകുന്നു. സുരക്ഷിതവും അംഗീകൃതവുമായ അതിർത്തികളിൽ സമാധാനത്തിലും സുരക്ഷയിലും ഇസ്രായേലിനൊപ്പം ജീവിക്കുന്ന പരമാധികാരവും സ്വതന്ത്രവും പ്രായോഗികവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുന്ന ചർച്ചകളിലൂടെയുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി. മാനുഷിക പ്രതിസന്ധികൾ നിറഞ്ഞ ഗാസയിലെ സ്ഥിതിഗതികൾ ദുർബലമാണെന്നും അംബാസഡർ ഹരീഷ് അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ യോഗത്തിന്റെ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. പശ്ചിമേഷ്യ വെടിവയ്പ്പുകൾ നിശബ്ദമായിട്ടുണ്ടാകാമെങ്കിലും സ്ഥിതി അസ്വസ്ഥത ഉളവാക്കുന്ന തരത്തിൽ ദുർബലമായി തുടരുകയാണ്. പ്രത്യേകിച്ച് പലസ്തീൻ ജനതയുടെ പ്രത്യേകിച്ചും ഗാസയിലെ ദുരിതങ്ങൾ ഇപ്പോഴും തുടരുന്നു. സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടൽ, വലിയ തോതിലുള്ള കുടിയിറക്കം, സാധാരണ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം, പ്രത്യേകിച്ചും ഭക്ഷണം, ഇന്ധനം, മരുന്നുകൾ, അവശ്യ സേവനങ്ങൾ എന്നിവയുടെ കടുത്ത ക്ഷാമം എന്നിവ വലിയൊരു മാനുഷിക പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം സാധാരണത്വം ഒരു വിദൂര സ്വപ്നമാണ്. ഇത് മാറണം. സാധാരണ ജീവിതം നയിക്കാനുള്ള അവകാശം നമുക്കെല്ലാവർക്കും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ ജനതയുടെ മാനുഷിക ആവശ്യങ്ങളും അഭിലാഷങ്ങളും പരിഹരിക്കുന്നതിനാണ് ഇന്ത്യയുടെ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ഹരീഷ് പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്കുള്ള അചഞ്ചലമായ പിന്തുണയും അവരുടെ മാനുഷിക ആവശ്യങ്ങളും അഭിലാഷങ്ങളും പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് UNRWAയുമായുള്ള ഇന്ത്യയുടെ ഇടപെടലുകളെ നയിക്കുന്നത്. മൊത്തത്തിൽ പലസ്തീൻ ജനതയുടെ ദൈനംദിന ജീവിതത്തിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തുക എന്നതാണ് ഞങ്ങളുടെ ശ്രമം. ഈ ലക്ഷ്യത്തിനായി ഞങ്ങൾ മനുഷ്യ കേന്ദ്രീകൃത പദ്ധതികൾ തുടർന്നും ഏറ്റെടുക്കുന്നു. കൂടാതെ പലസ്തീൻ ജനതയ്ക്ക് $175 മില്യൺ സഹായം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിലെ $40 മില്യൺ പദ്ധതികളും ഉൾപ്പെടുന്നു. അവ നടപ്പിലാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാത്രം ഇന്ത്യ 180 ടൺ ഇത്തരം സഹായം അയച്ചതായി അംബാസഡർ ചൂണ്ടിക്കാട്ടി. അടിയന്തര പൊതുപയോഗ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങളും ദുരന്ത നിവാരണ സാമഗ്രികളും ഇന്ത്യ നൽകുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ മാത്രം അത്തരം പിന്തുണയുടെ അളവ് ഏകദേശം 150 ടൺ ആയിരുന്നു. പലസ്തീനിൽ നിന്നും ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾക്കായുള്ള അഭ്യർത്ഥന ഞങ്ങൾക്ക് ലഭിച്ചു. അത് ഞങ്ങൾ ഉടൻ വിതരണം ചെയ്യും. ഞങ്ങളുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഞങ്ങളുടെ സ്വന്തം ഉഭയകക്ഷി സംരംഭങ്ങളെ പൂരമാക്കിക്കൊണ്ട് UNRWAയെ ഒരു വികസന പങ്കാളിയായി ഞങ്ങൾ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും അംഗീകൃതവുമായ അതിർത്തികളിൽ ഇസ്രായേലുമായി സമാധാനത്തിലും സുരക്ഷയിലും ജീവിക്കുന്നതിനായി പരമാധികാരവും സ്വതന്ത്രവും പ്രായോഗികവുമായ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുന്ന ചർച്ചകളിലൂടെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്നും അംബാസഡർ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.